ഹലോ. ഇന്ന് ഞാൻ നമ്മുടെ ടെറേറിയത്തിലൂടെ ജസ്റ്റ് കണ്ണോടിച്ചപ്പോൾ കണ്ടൊരു കാഴ്ചയാണേ. ഏതെല്ലാം തരത്തിലുള്ള സൂക്ഷ്മജീവികളല്ലേ നമ്മുടെ ഈ ഭൂമിയെ നിലനിർത്തുന്നത്. ശരിക്കും 3-4 മാസം മുമ്പ് ചെയ്തൊരു ടെറേറിയമാണ്. അന്ന് ഞാൻ ഗാർഡൻ സോയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് മണ്ണിൽ വിസിബിളായിട്ടുള്ള ജീവികളെ ഒന്നും അന്ന് കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കണ്ടോ, മണ്ണിൽ തന്നെ ഫോമായി വന്നിരിക്കുന്ന ജീവികളാണ് വിര, പഴുതാര, അങ്ങനെയൊക്കെയുള്ള ജീവികൾ. അതുപോലെ അതിലും ചെറിയ സൂക്ഷ്മജീവികൾ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികൾ വേറെയുണ്ട്. സ്പ്രിംഗ് ടൈൽസിനെ അന്ന് ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. സ്പ്രിംഗ് ടൈൽസ് ഓൾറെഡി ഉണ്ട് അതിൽ. ശരിക്കും ഇത്രയും ചെറിയ സൂക്ഷ്മജീവികൾ, നമ്മുടെ കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികൾ നമ്മുടെ ഭൂമിയെ നിലനിർത്താൻ സഹായിക്കുന്നു എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഈ സൂക്ഷ്മജീവികളൊക്കെ മണ്ണിലെ എയർ സർക്കുലേഷൻ നിലനിർത്തുന്നതിന് എത്രത്തോളം സഹായകമാണെന്നുള്ളത് ഒരു ടെറേറിയത്തിലൂടെ നമുക്ക് നേരിട്ട് കാണുകയും പഠിക്കുകയും ചെയ്യാം. ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, കണ്ടില്ലേ? ചെറിയ ജീവികളൊക്കെ മണ്ണിലൂടെ എഴയുകയും അതുമൂലം മണ്ണിൽ ഹോൾസ് ഉണ്ടാക്കുകയും അതുവഴി മണ്ണിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവുകയും അത് ചെടികൾക്ക് വളരെയധികം വളരുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഭൂമിയുടെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒരു ഗ്ലാസ് ജാറിലിട്ടാൽ എങ്ങനെ ഇരിക്കും? കൊള്ളാമല്ലേ? ആ ഐഡിയയാണ് ടെറേറിയം. അതുപോലെ തന്നെ ടെറേറിയത്തിലെ അവശിഷ്ടങ്ങൾ, അതായത് കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ, അങ്ങനെയൊക്കെയുള്ള റെസിഡ്യൂസിനെ വിഘടിക്കാൻ സഹായിക്കുന്നത് ഈ സൂക്ഷ്മജീവികളാണ്. അങ്ങനെ ഒരു സന്തുലിതമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ സൂക്ഷ്മജീവികളാണ്. സൂക്ഷ്മജീവികളില്ലാതെ ടെറേറിയം നിലനിൽക്കില്ല. താങ്ക് യു.